വളരെ ശാന്തമായി കണ്ണൂരിലെ പരിപാടികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി വളരെ സന്തോഷത്തോടു കൂടി യാത്ര തിരിക്കുന്ന ഒരു മന്ത്രി തന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി വളരെ സന്തോഷത്തോടു കൂടി തിരിക്കുന്ന ഒരു മന്ത്രി, തിരിച്ചുകൊണ്ട് വേദിയിൽ അവിടെ വന്നിറങ്ങുന്ന ഒരു മന്ത്രി, അവർക്കെതിരെ ഒളിഞ്ഞു നിന്ന് കടന്നാക്രമണം നടത്താൻ കുറെ ചെറുപ്പക്കാർ കടന്നു വരുന്നു. അവർ KSU ആണ് എന്നാണ് പറയുന്നത്. അപ്രകാരം ഒരു സമരം അവിടെ പ്രഖ്യാപിച്ചിരുന്നില്ല. അങ്ങനെ ഒരു മന്ത്രിയുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുന്ന ഒരു സമരം ആ സംഘടന പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ ഒരു സംഘടന ഞങ്ങളിങ്ങനെ മന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയും എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ വഴിതടയൽ സമരത്തെ സുരക്ഷ ഒരുക്കി കൈകാര്യം ചെയ്തതിന് പോലീസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല. അപ്രഖ്യാപിതമായ ഒരു സമരം നടത്തുകയാണ് KSU ചെയ്തത്. ആ സമരം ന്യായമുള്ളതാണോ? അത് എന്തുതരം സമരമാണ്? എന്ത് വ്യക്തിപരമായ കാര്യമാണ് മന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ളത്? അവർ മന്ത്രി പോലും അല്ലാതിരുന്ന കാലത്ത്, കോവിഡ് കാലത്ത്, ഒരു ഡോക്ടറും നഴ്സും നടത്തിയ ഒരു സർജറിയിൽ അവർക്കുണ്ടായ ചികിത്സാ പിഴവാണത്. അതിനെ വ്യക്തികൾ ഉത്തരവാദികളാണ്. അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത്? അതിൽ വീണ ജോർജ് എന്ന മന്ത്രി എന്ത് പിഴച്ചു? ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആ സ്ഥാനത്തോട് ഒരു പ്രതിഷേധമാണ് മന്ത്രി. ഇതിന്റെ പൊതുക്കിയ നിലയ്ക്ക് നിങ്ങളെ ഞങ്ങൾ കരിമുടി കാണിക്കുന്നു. അത് സ്വാഗതാർഹമാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് മറുപടി പറയും, ഇത്രത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, ഇത്രയും മെച്ചപ്പെട്ട് കണ്ടില്ലേ. അത് ഡോക്ടറുടെ വ്യക്തിപരമായ പിഴവാണ്, അവർക്കുണ്ടായ വീഴ്ചയാണ്. ഇത് ഞങ്ങൾക്ക് മറുപടിയും പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാ വിഷയം കൈകാര്യം ചെയ്യണം? കുറെ ആളുകൾ പറയുന്നത് പോലീസുകാർക്ക് ഇടയിൽ ബഹളം ഉണ്ടാക്കി മന്ത്രി തന്നെ സ്വയം പരിക്കേൽപ്പിച്ചതാണ്. പ്രതിപക്ഷ നേതാക്കന്മാരാണ് പറയുന്നത്. മന്ത്രി അഭിനയിക്കുകയാണ്, നടിയാണ്. മന്ത്രി എന്താ നടിച്ചത്? ഒരു മന്ത്രി ഇതുപോലെ വ്യക്തിപരമായി കടന്നാക്രമണം നടത്തണം. വിമാനത്തിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി അതിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എന്ത് പ്രതിഷേധമായി? ഏത് വിഷയമായിരുന്നു? സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്തില് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്കെന്താണ്? ഒരു പങ്കുമില്ലാന്നല്ലേ ഇതുവരെ സ്ഥലത്ത് 5 കൊല്ലമായിട്ടും. എന്നിട്ട് വിമാനത്തിൽ കയറി ടിക്കറ്റ് എടുത്തുകൊണ്ട് അതിൽ യാത്രക്കാരായ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക. അതിന് കേസെടുക്കുന്ന പോലീസിനെതിരായിട്ടാണ് മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നത്. ഇതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നിശ്ചയമായ വലതുപക്ഷ ബോധ്യത്തിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കരുത്തിലാണ് വിമോചന സമരകാലത്തെ പോലെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ ഞങ്ങൾ എന്തു ചെയ്യും? ഇതാണ് കേരളത്തിലെ വലതുപക്ഷം ആയുധമെടുത്തുകൊണ്ട് കേരളത്തിൽ തെരുവിൽ കാണിക്കുന്നത്. ഇത് കേരളീയ സമൂഹം തിരിച്ചറിയണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.